ഇപ്പോൾ വരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു അന്താരാഷ്ട്ര വാർത്തയിലേക്ക്. അമേരിക്കയ്ക്ക് മുന്നറിയിപ്പുമായി ഇറാൻ. ഏതെങ്കിലും സാഹചര്യത്തിൽ അമേരിക്ക ഇറാനെ ആക്രമിക്കുകയാണെങ്കിൽ പശ്ചിമേഷ്യയിലെ അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യം വെക്കുമെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഗ്ചി പറഞ്ഞു. ഒരു സ്വകാര്യ മാധ്യമത്തിൽ നൽകിയ അഭിമുഖത്തിലാണ് ഇറാൻ വിദേശകാര്യമന്ത്രി തന്റെ നിലപാടറിയിച്ചത്. ആണവ ഇന്ധന സമ്പുഷ്ടീകരണത്തിന്റെ തോതും മറ്റ് വിശദാംശങ്ങളും പുറത്തുവിടാൻ തയ്യാറാണെന്നും അബ്ബാസ് അറാഗ്ചി പറഞ്ഞു. വിവരങ്ങളുമായി ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും ഐസൻ ജോസ് ചേരുന്നുണ്ട്. ഐസൻ, വളരെ പ്രധാനപ്പെട്ട വിവരമാണല്ലോ ഇപ്പോൾ പുറത്തു വരുന്നത്. അതായത് അമേരിക്ക കപ്പൽപ്പട ഇറാനെതിരെ വിന്യസിച്ചതിന് തൊട്ട് പിന്നാലെ ഇതാ അമേരിക്കയ്ക്ക് അല്ലെങ്കിൽ ട്രംപിന് ഇറാന്റെ മുന്നറിയിപ്പ്. അമേരിക്കയുടെ സൈനിക കേന്ദ്രങ്ങൾ തന്നെ ലക്ഷ്യം വെക്കും, തങ്ങളെ തൊടുകയാണെങ്കിൽ. എങ്ങനെ നോക്കിക്കാണാം? വീണ്ടും പശ്ചിമേഷ്യ ഒരു യുദ്ധമുനമ്പിലേക്ക് അടുക്കുകയാണോ ഐസൻ? അശ്വതി, തീർച്ചയായും പശ്ചിമേഷ്യയിൽ ഒരു സംഘർഷ സാധ്യത തന്നെ നമുക്ക് നിഴലിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. നമുക്കറിയാവുന്നതാണ് ഈ ആണവ സമ്പുഷ്ടീകരണം സംബന്ധിച്ച ആണവ സമ്പുഷ്ടീകരണം നിർത്തിവെക്കണമെന്നതും അതുപോലെ തന്നെ ആണവ സംവിധാനങ്ങൾ സംബന്ധിച്ച് പല ചർച്ചകളിലും ഇറാൻ ഒരു നിഷേധാത്മക നിലപാട് സ്വീകരിച്ചിരുന്നു. ആണവ സമ്പുഷ്ടീകരണം നിർത്തിവെക്കില്ല എന്ന നിലപാട് സ്വീകരിക്കുകയും ചെയ്തിരുന്നു. ഇപ്പോൾ നേരത്തെ അശ്വതി സൂചിപ്പിച്ചതുപോലെ ആണവ സമ്പുഷ്ടീകരണത്തിൻ്റെ തോതും അളവും അത് സംബന്ധിച്ചുള്ള വിവരങ്ങളൊക്കെ പങ്കുവയ്ക്കാൻ തയ്യാറാണ്. പക്ഷേ ആണവ സമ്പുഷ്ടീകരണം നിർത്തിവെക്കണമെന്ന ആവശ്യത്തെ ഒരു തരത്തിലും അംഗീകരിക്കില്ല എന്ന കൃത്യമായൊരു നിലപാട് അല്ലെങ്കിൽ ഇത്തരത്തിലൊരു നീക്കം തന്നെയാണ് ഇറാൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. ഇന്ന് അതൊരു സ്വകാര്യ മാധ്യമത്തിന് നൽകിയ ഒരു അഭിമുഖത്തിൽ അബ്ബാസ് അറാഗ്ചി, ഇറാൻ്റെ വിദേശകാര്യമന്ത്രി, ഇക്കാര്യം കൃത്യമായി പറയുകയും ചെയ്യുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എടുത്തു പറയേണ്ടത്, ഇറാൻ ചർച്ചയ്ക്ക് നിയോഗിച്ചിരിക്കുന്നത്, ആ ഉത്തരവാദിത്വം ഏൽപ്പിച്ചിരിക്കുന്നത് വിദേശകാര്യമന്ത്രി കൂടിയായ അബ്ബാസ് അറാഗ്ചിയാണ് എന്ന യാഥാർത്ഥ്യം കൂടി നിലനിൽക്കുമ്പോഴാണ് ഈ പ്രശ്നത്തിൻ്റെ ഗൗരവവും അതിൻ്റെ ആഴവും മനസ്സിലാക്കാൻ സാധിക്കുക. കൃത്യമായി പറയുന്നത്, തങ്ങൾ അമേരിക്കയെ ആക്രമിക്കാൻ യാതൊരു തരത്തിലും ഉദ്ദേശിക്കുന്നില്ല, അത് തങ്ങളുടെ നിലപാടുമല്ല. അയൽ രാജ്യങ്ങളെ ആക്രമിക്കാനും തങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. എന്നാൽ അമേരിക്ക ഏതെങ്കിലും സാഹചര്യവശാൽ തങ്ങളെ ആക്രമിക്കുന്നൊരു നീക്കം നടത്തുകയാണെങ്കിൽ അയൽ രാജ്യങ്ങളിലെ, പ്രത്യേകിച്ച് ഖത്തറിലെ ഹുദൈദ പോർട്ടൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളതാണ്. എയർപോർട്ടിലൊക്കെ ആക്രമണം നടത്തിയ, ഹുദൈദ എയർപോർട്ടിലൊക്കെ ആക്രമണം നടത്തിയ സംഭവങ്ങളുണ്ട്. അത്തരത്തിലുള്ള ആക്രമണങ്ങൾ നടന്ന സംഭവങ്ങളുണ്ട്. അത്തരത്തിൽ സൈനിക കേന്ദ്രങ്ങൾ പശ്ചിമേഷ്യയിൽ പലയിടങ്ങളിലും സൈനിക സംവിധാനങ്ങൾ വിന്യസിച്ചിട്ടുണ്ട്. ആ വിന്യസിച്ച സൈനിക സംവിധാനങ്ങൾ സുരക്ഷിതമാക്കാനും പിൻവലിക്കാനുമുള്ളൊരു നിർദ്ദേശം നേരത്തെ തന്നെ, അതായത് അബ്രഹാം ലിങ്കൺ എന്ന് പറയുന്ന ഏറ്റവും ശക്തമായ കപ്പലിൻ്റെ ഒരു വിമാനവാഹിനി കപ്പലിൻ്റെ നേതൃത്വത്തിൽ വലിയൊരു കപ്പൽപ്പട, 12ഓളം കപ്പലുകളുടെ കപ്പൽപ്പട തന്നെ ഇറാനെ ലക്ഷ്യമാക്കി നീങ്ങിയൊരു സാഹചര്യത്തിൽ ട്രംപ് സൂചന നൽകിയിരുന്നു. അത്തരത്തിലൊരു പശ്ചാത്തലം നിലനിൽക്കുന്നു എന്ന് തന്നെയാണ് അബ്ബാസ് അറാഗ്ചി ഇപ്പോൾ സ്ഥിരീകരിക്കുകയും ചെയ്യുന്നത്. അദ്ദേഹം പറയുന്നത്, ഏതെങ്കിലും തരത്തിലൊരു ആക്രമണത്തിന് അമേരിക്ക തുനിയുകയാണെങ്കിൽ, ആക്രമിക്കുക തന്നെയാണെങ്കിൽ അമേരിക്കയെ തിരിച്ചാക്രമിക്കുക പ്രായോഗികമല്ല ഇറാനെ സംബന്ധിച്ചിടത്തോളം. പക്ഷേ ഇറാൻ അമേരിക്കയുടെ പശ്ചിമേഷ്യയിലെ കേന്ദ്രങ്ങൾ ലക്ഷ്യം വയ്ക്കും, സൈനിക കേന്ദ്രങ്ങൾ ഒന്നാമത്തെ ലക്ഷ്യം തന്നെയായിരിക്കും എന്ന് ഫസ്റ്റ് ചോയ്സ് എന്ന രീതിയിൽ തന്നെ തെരഞ്ഞെടുക്കുമെന്ന നിലപാടാണ് ഇപ്പോൾ അബ്ബാസ് അറാഗ്ചി അറിയിച്ചിരിക്കുന്നത്. മാത്രമല്ല, മറ്റു സുപ്രധാനങ്ങളായ പല നിലപാടുകളും അദ്ദേഹം പറയുന്നുണ്ട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ആണവ സമ്പുഷ്ടീകരണം നടത്തുകയും ആ സമ്പുഷ്ടീകരിച്ച ആണവ ഇന്ധനങ്ങളെല്ലാം തന്നെ അത് ആണവ പോർമണിയായി ഉപയോഗിക്കാനോ അല്ലെങ്കിൽ സമാധാന ആണവ ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കാനോ ഉള്ള സംവിധാനങ്ങളെല്ലാം തന്നെ കൃത്യമായും അത് ഇറാൻ്റെ അതിർത്തിയിൽ തന്നെ സൂക്ഷിക്കുകയും ചെയ്യും. അത് ആർക്കും തിരിച്ചു കൊടുക്കുകയോ അല്ലെങ്കിൽ സുരക്ഷിതമാക്കുന്നതിന് വേണ്ടി മറ്റേതെങ്കിലും രാജ്യങ്ങളെ ഏൽപ്പിക്കുകയോ ഒന്നും ചെയ്യില്ല. പക്ഷേ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഏത് തരത്തിലാണ് ആണവ സമ്പുഷ്ടീകരണം നടത്തുന്നത് അല്ലെങ്കിൽ അതിൻ്റെ വിശദാംശങ്ങൾ ഇത് എന്തിനു വേണ്ടി നിർവഹിക്കുന്നു എന്നെല്ലാം തന്നെ വിശദീകരിക്കാൻ, അത്തരത്തിലുള്ള നിലപാടുകൾ അറിയിക്കാൻ തയ്യാറാണ്. ഒരു തരത്തിലും ആണവ സമ്പുഷ്ടീകരണം നടത്തിക്കഴിഞ്ഞ, അതായത് നിർമ്മിച്ചെടുത്ത അല്ലെങ്കിൽ സമ്പുഷ്ടീകരിച്ചെടുത്ത ആണവ ഇന്ധനങ്ങളെല്ലാം തന്നെ അതുപോലെ ഇറാനിൽ തന്നെ സൂക്ഷിക്കുമെന്ന കർശന നിലപാട് തന്നെയാണ് അറിയിച്ചിരിക്കുന്നത്. തീർച്ചയായും നേരത്തെ അശ്വതി ചോദിച്ച ചോദ്യത്തിനുള്ള മറുപടി കൃത്യമായും നമുക്ക് പറയാൻ സാധിക്കുന്നത്, സംഘർഷാവസ്ഥയിലേക്ക് തന്നെ പോകുന്നു. ഏതെങ്കിലും ഒരു സാഹചര്യവശാൽ ഒരു സംഘർഷം ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായും പശ്ചിമേഷ്യയിലെ മറ്റ് അസറ്റുകൾക്ക് നേരെ, സൈനിക അസറ്റുകൾക്ക് നേരെ കൃത്യമായൊരു നീക്കം നടത്താനുള്ളൊരു നിലപാട് ഇറാൻ്റെ ഭാഗത്തു നിന്നുണ്ട്. അത് പരസ്യമായി പറയുകയും ചെയ്തിട്ടുണ്ട്. ഒരു സ്വകാര്യ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണെങ്കിൽ കൂടി അതൊരു നിലപാടായി ഇറാൻ്റെ വിദേശകാര്യമന്ത്രി അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ്. അശ്വതി, ശരി ഐസൻ, അമേരിക്ക മിണ്ടാതിരിക്കുമോ? മുന്നറിയിപ്പാണ് ഇറാൻ നൽകിയിരിക്കുന്നത്. ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായാൽ, അതായത് ഏതെങ്കിലും തരത്തിൽ, നിലവിൽ നമുക്കറിയാവുന്നതാണ് അറബിക്കടലിൽ ഏതാണ്ട് 500-നും 400-500-നും ഇടയിൽ കിലോമീറ്റർ അകലെയാണ് ഈ സൈനിക വിന്യാസം അമേരിക്ക നടത്തിയിരിക്കുന്നത് എന്നാണ് പ്രാഥമികമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആ സൈന്യം മുന്നേറുകയോ അല്ലെങ്കിൽ അതുപോലെ തന്നെ ആ മുന്നേറിയതിന് ശേഷം ഏതെങ്കിലും നീക്കം നടത്തുകയോ ചെയ്യുകയാണെങ്കിൽ കൃത്യമായ ഇത്തരത്തിലുള്ള പ്രതികരണം ഇറാൻ്റെ ഭാഗത്തു നിന്നുണ്ടാവുകയും ചെയ്യും. പിന്നീട് നമുക്കറിയാവുന്നതാണ് ഓപ്പറേഷൻ മിഡ്നൈറ്റ് ഹാമർ ഉൾപ്പെടെയുള്ള അതിശക്തമായ ആക്രമണങ്ങൾ ഇറാന് നേരെ നടത്തിയ സമാനമായൊരു നടപടി ഉണ്ടാകാതിരിക്കാനുള്ള സാധ്യത തള്ളിക്കളയാനുമാകില്ല.
പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ ഈ ആണവ സംവിധാനങ്ങളെ പരിശോധിക്കുന്നതിനും നിരീക്ഷിക്കുന്നതിനും അതിൻ്റെ വിവരങ്ങൾ നൽകുന്നതിനും തയ്യാറാണ് എന്ന ഒരു നിലപാട് കുറേ കൂടി ഒരു അനുകൂലമായി ഇറാൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട് എങ്കിൽ കൂടി ആണവ ഇന്ധനം തങ്ങൾ തന്നെ സൂക്ഷിക്കും, അല്ലെങ്കിൽ ഈ ആണവ സമ്പുഷ്ടീകരിച്ച യുറേനിയം ആകട്ടെ, അതുപോലെ തന്നെ യുറേനിയത്തിൽ നിന്നും വേർതിരിക്കപ്പെടുന്ന അല്ലെങ്കിൽ സൃഷ്ടിക്കപ്പെടുന്ന പ്ലൂട്ടോണിയം ആകട്ടെ എല്ലാം തന്നെ അവിടെ തന്നെ സൂക്ഷിക്കുമെന്ന നിലപാടാണ്. അത്തരത്തിൽ അങ്ങനെ നിലപാട് സ്വീകരിക്കുന്ന ഒരു പശ്ചാത്തലമുണ്ടെങ്കിൽ ആണവായുധങ്ങൾ നിർമ്മിക്കുന്നതിനുള്ള ശേഷി സ്വാഭാവികമായും ഇറാൻ ഉണ്ടാവുകയും ചെയ്യും. അതൊരു വെല്ലുവിളിയായി തന്നെ അമേരിക്ക കാണുകയും ചെയ്യും. ഈ ഒരു പശ്ചാത്തലത്തിലാണ് യുദ്ധസാധ്യത തള്ളിക്കളയാനാവില്ല എന്ന ഒരു ഘട്ടം വന്നിരിക്കുന്നത്. ഒരുപക്ഷെ അത് ഉണ്ടാകാതിരിക്കാനും സാധ്യതയുണ്ട്. നേരത്തെ നമുക്കറിയാവുന്നതാണ്, ഈ നേരത്തെ വന്ന അബ്രഹാം ലിങ്കൺ എന്ന് പറയുന്ന കപ്പലിന് നേരെ ഇറാൻ്റെ ഒരു ഡ്രോൺ എത്തിയിരുന്നു. ആ ഡ്രോണിനെ ഉടൻ തന്നെ ഇവിടെ നിന്നുള്ള F-35C വിമാനം കൊണ്ട് കൃത്യമായി ആക്രമിക്കുകയും പ്രതിരോധിക്കുകയും ചെയ്തിരുന്നു എന്നാണ് ദിവസങ്ങൾക്ക് മുമ്പ് വന്ന വാർത്ത. അതുപോലെ തന്നെ ആ ഒരു പശ്ചാത്തലത്തിൽ തന്നെയാണ് ഈ സൈനിക സംവിധാനങ്ങളെല്ലാം തന്നെ വിഡ്രോ ചെയ്യണമെന്ന ട്രംപിൻ്റെ നിർദ്ദേശം നൽകിയത്. അതുപോലെ ഇറാനിലുള്ള അമേരിക്കൻ പൗരന്മാരോട് നാട്ടിലേക്കോ അല്ലെങ്കിൽ സുരക്ഷിത സ്ഥാനങ്ങളിലേക്കോ മടങ്ങണമെന്ന ഒരു നിർദ്ദേശവും നൽകിയിരുന്നു. ഇത്തരത്തിലുള്ള സൂചനകളെല്ലാം തന്നെ 2 ദിവസം മുമ്പാണ് നൽകിയതെങ്കിൽ കൂടി ചർച്ചകൾക്കുള്ള സാധ്യത, ഇന്ന് ചർച്ചകൾ ആരംഭിക്കുന്ന ഒരു സാധ്യത, ഇന്നലെയും ഇന്നുമൊക്കെയായി ചർച്ചകൾ തുടരുന്ന ഒരു സാധ്യത, അതുപോലെ തന്നെ സ്റ്റീവ് വിറ്റ്കോഫും അതുപോലെ ഇറാൻ്റെ പ്രതിനിധികളെല്ലാം തന്നെ ചർച്ചകൾ നടത്തുന്ന ഒരു സാഹചര്യമുണ്ടായ ഒരു പശ്ചാത്തലത്തിൽ, ഒമാനിൽ ചർച്ച തുടരുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ നിലപാടുമായി അബ്ബാസ് അറാഖ്ചി രംഗത്തെത്തിയിരിക്കുന്നത്. തീർച്ചയായും ഇത് ഗൗരവമേറിയ ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. അതേസമയം തന്നെ അത് പരിഹരിക്കപ്പെടാനുള്ള സാധ്യതയും നിലനിൽക്കുന്നുണ്ട്. എന്ത് തന്നെയായാലും ഒരുപക്ഷെ ഒരു ആക്രമണത്തിനുള്ള മുൻതൂക്കം കാണുന്നു എന്നാണ് ഈ ഒരു ഘട്ടത്തിൽ ഇത്തരത്തിലൊരു കടുത്ത നിലപാട് ഇറാൻ്റെ വിദേശകാര്യമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടാകുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത് അമേരിക്ക ശക്തമായി പ്രതിരോധിക്കുകയും ചെയ്യും. അങ്ങനെയാണെങ്കിൽ വീണ്ടും പശ്ചിമേഷ്യയിൽ സമാധാന അന്തരീക്ഷം തകരുകയും അതിശക്തമായ ഒരു ആക്രമണത്തിലേക്ക് നീങ്ങുകയും ഒരു പക്ഷേ ഇറാൻ പൂർണ്ണമായും ഇറാൻ്റെ സൈനിക സംവിധാനങ്ങളെയും ആണവ സംവിധാനങ്ങളെയും തകർത്തെറിയുന്ന ഒരു രണ്ടാം ഓപ്പറേഷൻ മിഡ്നൈറ്റ് ഹാമർ ഉണ്ടാകാനുള്ള സാധ്യത ഒട്ടും തന്നെ തള്ളിക്കളയാനാവില്ല എന്നാണ് സൂചനകളിൽ നിന്നും വായിച്ചെടുക്കാൻ സാധിക്കുന്നത്. ശരി ഐസൻ, വിവരങ്ങൾ വളരെ വ്യക്തമാണ്. അമേരിക്കയ്ക്ക് ഇറാന്റെ മുന്നറിയിപ്പാണ്, ഏതെങ്കിലും സാഹചര്യത്തിൽ അമേരിക്ക ഇറാനെ ആക്രമിക്കുകയാണെങ്കിൽ അത് പശ്ചിമേഷ്യയിലെ അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങൾ തന്നെ തകർത്തുകൊണ്ടായിരിക്കും തങ്ങൾ തുടങ്ങുക എന്നാണ് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അഗ്രാച്ചി ട്രംപിന് നൽകിയിരിക്കുന്ന മുന്നറിയിപ്പ്. പശ്ചിമേഷ്യ മറ്റൊരു യുദ്ധമുനമ്പിലേക്ക് പോകുമോ? അതൊക്കെയാണ് നയതന്ത്ര ലോകം ഇപ്പോൾ നോക്കിക്കാണുന്നത്. ഐസൻ ജോസാണ് പ്രധാനപ്പെട്ട വിവരങ്ങൾ പ്രേക്ഷകരുമായി പങ്കുവച്ചത്.